അപകടങ്ങൾ തുടർക്കഥയാകുന്ന സംസ്ഥാനത്ത് RTO എൻഫോഴ്സ്മെന്റ് വിങ് തീർത്തും പരാജയം. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൽ പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ S. ശ്രീജിത്തിന്റെ ശുപാർശ ഇതുവരെയും നടപ്പായില്ല. യുനെസ്കോ അംഗീകാരം ലഭിച്ച പദ്ധതിയായിരുന്നു ശബരിമല സേഫ് സോൺ പദ്ധതി. ഇതിന്റെ ചുവട് പിടിച്ചാണ് സേഫ് കേരള പദ്ധതിക്ക് 2018 സർക്കാർ രൂപം നൽകുന്നത്. 8 മണിക്കൂറിൽ 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും പെട്രോളിംഗ് നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഷിഫ്റ്റ് മാത്രമായാണ് സ്ക്വാഡിന്റെ പ്രവർത്തനം. 1026 ഉദ്യോഗസ്ഥരാണ് കേരളത്തിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലുള്ളത്. ഇതിൽ 340 പേർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ഭാഗമാണ്. നിലവിൽ ഒരു റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ 50,000-ലധികം വാഹനങ്ങൾ പരിശോധിക്കേണ്ട സാഹചര്യമാണുള്ളത്. 2017 മുതൽ 2022 വരെയുള്ള മോർത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്ന 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള 50 പട്ടണങ്ങളിൽ 7 എണ്ണം കേരളത്തിലാണ്. 708 പേരെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൽ നിയമിക്കാൻ മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ S. ശ്രീജിത്ത് ഗതാഗത സെക്രട്ടറിക്ക് അയച്ച ശുപാർശയിൽ ഇതുവരെയും നടപടിയായിട്ടില്ല. നിലവിൽ വാഹനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും കുറവ് ഒന്നുകൊണ്ട് മാത്രം സേഫ് കേരള പദ്ധതി കാര്യക്ഷമമല്ല. റോഡ് അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിലെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. 24 കൊച്ചി.